ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ദ ബാഡ് ആൻഡ് ഗുഡ് കോർട്ടിയേഴ്സിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നിങ്ങളിത് പാർട്ട് 1 വാച്ച് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് പാർട്ട് 1 പോയി വാച്ച് ചെയ്യൂ. ഓക്കെ, അപ്പോൾ വാച്ച് ചെയ്തവർക്കായിട്ട് നമ്മൾ എവിടെ വരെയാണ് അന്ന് പറഞ്ഞു നിർത്തിയത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പാർട്ട് 3 എങ്ങനെ വേണം. മറ്റേ ആ സംഭവമല്ലേ, മറ്റേ ആ കിങ് പേരെ ചൂസ് ചെയ്യില്ലേ. പേരെ ചൂസ് ചെയ്താൽ അതിൽ 4 കോട്ടേഴ്സാണുള്ളത്. ഒന്ന് ഗുഡ്, ഒന്ന് ബാഡ്, ഒന്ന് ഗുഡ്, ഒന്ന് ബാഡ്. 2 ബാഡും 2 ഗുഡും. അപ്പോൾ കിങ്ങിന് അറിയില്ല ആരൊക്കെയാണ് ബാഡോ ആരൊക്കെയാണ് ഗുഡ്. അപ്പോൾ കിങ്ങിന് 2 പേരെ സംശയം തോന്നും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ കിങ് ഒരു ബാഡിനെ ഒരു ഗുഡിനെയാണോ ഒരു ബാഡിനെയും ഗുഡിനെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നതായിരുന്നു. പക്ഷെ അതാണ് ഏറ്റവും കോമൺ. ഇപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരു കിങ് 2 ഗുഡ് കോർട്ടിയേഴ്സ്, അവർ നിരപരാധികളാണ്. ഈ പ്രശ്നത്തിനൊക്കെ കാരണം ആരായിരുന്നു? ബാഡ് കോർട്ടിയേഴ്സാണ്. പക്ഷേ ബാഡ് കോർട്ടിയേഴ്സിനെയാണ് കിങ് ശരിക്കും പറഞ്ഞാൽ ബാഡ് കോർട്ടിയേഴ്സിനെയാണ് കിങ് ശിക്ഷിക്കേണ്ടത്. പക്ഷേ കിങ്ങിനെ അറിയില്ലല്ലോ. അപ്പോൾ കിങ് അറിയാതെ ഗുഡ് കോർട്ടിയേഴ്സിനെ തിരഞ്ഞെടുത്തു. 2 പേരും ഗുഡാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗുഡ് കോർട്ടിയേഴ്സിനെ ജയിലിൽ അടയ്ക്കണം അല്ലേ. ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുക, എന്ന് വെച്ചാൽ തവളച്ചാട്ടം അങ്ങനെ വല്ലതും പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് ജയിലിലടയ്ക്കണം. 2 പേരെയും ജയിലിലടയ്ക്കണം. അപ്പോൾ 2 ഗുഡ് കോർട്ടിയേഴ്സിന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാഡ് കോർട്ടിയേഴ്സ് തമ്മിൽ അറിയാമല്ലോ. അപ്പോൾ ബാഡ് കോർട്ടിയേഴ്സ് ചെവിയിൽ പോയിട്ട് വിസ്പർ ചെയ്യണം കാര്യങ്ങളൊക്കെ, അവരുടെ പ്ലാൻസൊക്കെ. പിന്നെ ആ സമയത്ത് കിങ് അടുത്തുണ്ടാവാൻ പാടില്ല. കിങ്ങും ക്യൂനും അടുത്തുണ്ടാവാൻ പാടില്ല. കിങ്ങും ക്യൂനും വേറെ ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി നിൽക്കണം. പക്ഷേ അവർ പോയി നിന്ന സ്ഥലം എവിടെയാണ് എന്ന് ആരും അറിയാൻ പാടില്ല. എവിടെയാണെന്ന് ആരെയും അറിയിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ പുറത്ത് കാവലായിട്ട് നിൽക്കണ ബാഡ് കോർട്ടിയേഴ്സ് പിന്നെ നേരത്തെ ഒരു ഡയമണ്ട് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള തിങ്ങില്ലേ, പാർട്ട് 1 ഒരു പ്രഷ്യസ് ആയിട്ടുള്ള തിങ്ങ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം ഒളിപ്പിച്ചിട്ടിട്ട് കുറേ നേരമായി. അതവർക്ക് പ്രോപ്പറായിട്ട് റിമെമ്പർ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ പിന്നെ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് വെച്ച സ്ഥലമില്ലേ, അവിടേക്ക് പോകണം. ആ സമയത്ത് ഗുഡ് കോർട്ടിയേഴ്സ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഗുഡ് കോർട്ടിയേഴ്സ് വേഗം ആ ജയിലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് ആ ജയിലിൽ നിന്ന് പുറത്ത് കടന്നിട്ട് വേഗം ആ കിങ്ങിനെയും ക്യൂവിനെയും തപ്പാൻ പോകണം. അപ്പോൾ ഇത് നമ്മുടെ ബാഡ് കോർട്ടിയേഴ്സ് കാണുന്നുണ്ടാവും അല്ലേ. ബാഡ് കോർട്ടിയേഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ അടുത്താണ് ഒളിപ്പിച്ച് വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ പിന്നെ പാർട്ട് 1 പറയാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അടുത്താണ് നമ്മൾ ഒളിപ്പിച്ച് വയ്ക്കാൻ പാടുള്ളൂ. ഒരു ജയിലുണ്ടാവണം. അപ്പോൾ ജയിലിൻ്റെ അടുത്താണ് നമ്മൾ ഒളിപ്പിച്ച് വയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ ജയിലിലാണ് നമ്മുടെ ഗുഡ് കോർട്ടിയേഴ്സ് അവർ ആ ഒരു സ്ഥലം ഒരു പ്രഷ്യസ് ആയിട്ടുള്ള തിങ് അന്വേഷിക്കാൻ പോയാൽ പെട്ടെന്ന് തന്നെ ഓടണം. പെട്ടെന്ന് ഓടിയിട്ട് ക്വീനും കിങ്ങും ഒരു ആർക്കും അങ്ങനെ അറിയാത്തൊരു സ്ഥലത്ത് പോയിക്കണം കേട്ടോ. എന്നിട്ട് അവരെ കണ്ടുപിടിക്കണം. ഗുഡ് കോർട്ടിയേഴ്സ് ആദ്യം പോയിട്ടല്ല കണ്ടുപിടിക്കണം. ആദ്യം നല്ല റഷ് ചെയ്ത് ഓടണം. അപ്പോൾ അത് ബാഡ് കോർട്ടിയേഴ്സ് കാണുന്നുണ്ടാവും അല്ലേ. ജയിലടുത്താന്നൊക്കെ അല്ലേ പറഞ്ഞില്ലത്. അപ്പോൾ ബാഡ് കോർട്ടിയേഴ്സ് അവിടെ പിന്നാലെ ഓടണം. ഇപ്പോൾ ബാഡ് കോർട്ടിയേഴ്സ് അവരെ ഓടുന്നതിനിടയ്ക്ക് ഒരു ഗുഡ് കോർട്ടിയറിനെ പിടിച്ചെങ്കിൽ ആ ഒരു കളിയിൽ നിന്ന് ആ ഒരു ഗുഡ് കോർട്ടിയർ ഔട്ടാവും. പിന്നെ ഒരു ഗുഡ് കോർട്ടിയർ ഉള്ളൂ പിന്നെ. അപ്പം നല്ല പാടാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ഓടാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ ബാഡ് കോർട്ടിയേഴ്സ് ആദ്യം ഗുഡ് കോർട്ടിയേഴ്സ് മുന്നിൽ പോകും. ആ സമയത്ത് കണ്ട ബാഡ് കോർട്ടിയേഴ്സ് പിന്നാലെ വരില്ലേ. എന്നിട്ട് ഒരാളെ തൊട്ടാൽ ഏറ്റവും ബാക്കിൽ ഓടുന്ന ആളേനെയുള്ള തൊടുന്നത് പിന്നെ ഔട്ടാവും. അപ്പോൾ അയാൾ ഔട്ടായാൽ നമ്മുടെ ബാഡ് കോർട്ടിയേഴ്സ് അയാളെ ജയിലിൽ കൊണ്ടാക്കൊന്നുമില്ല. അയാൾ നേരെ തന്നെ ഒരു ചീറ്റൊന്നും ചെയ്യാതെ പിന്നെ അവിടെ ജയിലിൽ പോയിരിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് കളി കാണാം കേട്ടോ.
കളി കാണാം പിന്നെ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ മറ്റുള്ള ഗുഡ് കോട്ടിയന് പ്രയാസമായി, ഒറ്റയില്ലേ. അപ്പോൾ പിന്നെ ആ സമയത്ത് അവർക്ക് ആകെ കുറച്ച് സെക്കൻഡല്ലേ കിട്ടുള്ളൂ. ബാഡ് കോട്ടിയേഴ്സിന് കുറച്ച് സെക്കൻഡാണ് ആ ഒരു സാധനമല്ലേ ഒളിപ്പിച്ച് വെച്ച പ്രഷ്യസ് തിങ് കണ്ടുപിടിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യണം വെച്ചിട്ടാ, അവർ ഗുഡ് കോട്ടിയേഴ്സ് ഓടിയാൽ ആ പ്രഷ്യസ് തിങ്ങിന് വേണ്ടി അന്വേഷിക്കാൻ പാടില്ല. കുറച്ച് സമയം കൊണ്ട്, ആകെ കുറച്ചെന്ന് വെച്ചാൽ ഗുഡ് കോട്ടിയേഴ്സ് ഓടിക്കഴിഞ്ഞാൽ അത് അവർക്ക് തിരയാൻ പറ്റില്ല. ഓക്കെ, അതിന് ശേഷം പിന്നെ കിങ്ങിനെയും ക്യൂവിനെയും ആ ഒരൊറ്റയായിട്ടുള്ള ഗുഡ് കോട്ടിയർ കണ്ടുപിടിക്കണം. ആ നേരത്ത് 2 ബാഡ് കോട്ടിയേഴ്സ് ഇല്ലേ, അവരിങ്ങോട്ട് വരാതെ സൂക്ഷിക്കണം. അവർ ആ ഗുഡ് കോട്ടിയറിനെയും കൂടി തൊട്ടാൽ ഗുഡ് കോട്ടിയർ ഡെഡായി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു 2 ബാഡ് കോട്ടിയേഴ്സും കിങ്ങിനെയും ക്യൂവിനും കുറച്ച് സമയം കഴിഞ്ഞാലുണ്ടല്ലോ ഒരു സ്ഥലത്തേക്ക് വരണം, കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് വരണം. കിങ്ങും ക്യൂവിനും കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സമയം, ഒരനക്കൊന്നും കേൾക്കാതെ ഇരുന്നാൽ പുറത്തേക്ക് വേണം. കിങ്ങിനെയും ക്യൂവിനെയും കൊന്നിട്ട് രാജാവാവണം. രാജാവും ബാഡ് കോട്ടിയേഴ്സ് ക്യൂവിനും കിങ്ങും ആവണം. ഓക്കെ, അപ്പോൾ കൊന്നില്ലെങ്കിൽ ഉള്ള കാര്യമാണ് കേട്ടോ. ഒരാളല്ലേ ഉള്ളൂ നമ്മുടെ ഗുഡ് കോട്ടിയേഴ്സ് ടീമിൽ. അപ്പോൾ അയാളിങ്ങനെ ഓടണം, നല്ല ഓടിയിട്ട് ആ കിങ്ങിനെയും ക്യൂവിനും മാക്സിമം കണ്ടുപിടിക്കാൻ നോക്കണം. അല്ലെങ്കിൽ ക്വീനും കിങ്ങും പുറത്തേക്ക് വരണം, അവർക്ക് ഒട്ടും കണ്ടുപിടിക്കുക. പക്ഷെ അത്രയ്ക്ക് ടഫുള്ള സ്ഥലങ്ങളിൽ പോയി ഒളിക്കാനല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒരു സിമ്പിൾ സ്ഥലത്ത് പോയി വെറുതെ നിൽക്കുക, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കിങ്ങിനും ക്വീനും ഇപ്പോഴും അറിയില്ല ആരൊക്കെയാണ് ബാഡ് ആരൊക്കെയാണ് ഗുഡ് എന്ന്, അല്ലേ? അപ്പം എന്താ ചെയ്യേണ്ടത്? ഒരു പക്ഷേ ഇപ്പോൾ ഇനി ബാഡ് കോട്ടിയേഴ്സാണ് കിങ്ങിനെ പിടിക്കാച്ചാലൊന്നുമില്ല. അതിന് മുന്നേ നമ്മുടെ ഗുഡ് കോട്ടിയേഴ്സ് ഒറ്റയ്ക്ക്, ഇപ്പോൾ ഗുഡ് കോട്ടിയർ ആയിരിക്കും മുന്നിൽ. പിന്നെ നമ്മുടെ മറ്റേ ഗുഡ് കോട്ടിയറിനെ കൊന്നില്ലേ, അപ്പം പിന്നെ ഒരു കാര്യം ചെയ്യണം. മറ്റേ നമ്മുടെ ഇതില്ലേ, നമ്മുടെ ഒരു ബാഡ് കോട്ടിയർ പോയിട്ട്, ഇപ്പം ഞാൻ അതിൻ്റെ റൂള് കുറച്ചും കൂടി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ റൂള് മാറി കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിനെ ഒരു ബാഡ് കോട്ടിയർ നമ്മുടെ നേരത്തെ ഡെഡായിട്ടുള്ള ആ ഒരു ഗുഡ് കോട്ടിയറിനെ ആ കലാഗ്രഹം എന്ന് വെച്ചാൽ ജയിലിൽ കൊണ്ടുപോയിട്ട് അടച്ചു വെക്കണം, എന്നിട്ടേ ഓടാൻ പാടുള്ളൂ. അപ്പോൾ ആ ജയിലിൽ കൊണ്ടുപോയിട്ട് അടച്ചു വെക്കണവരെ അവിടെ ആരൊക്കെ ഉണ്ട്? ഒരു ഗുഡ് കോട്ടിയർ ഒരു ബാഡ് കോട്ടിയർ ആണുള്ളത്. അപ്പോൾ മുന്നിൽ ആരാണ്? മുന്നിൽ എന്തായാലും ഗുഡ് കോട്ടിയർ ആവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ പോകാം. എന്ന് വെച്ചാൽ ഗുഡ് കോട്ടിയേഴ്സിന് വേണമെങ്കിൽ നമ്മുടെ ബാഡ് കോട്ടിയേഴ്സിനെ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കൂടെ ഒക്കെ പോയി നോക്കി അവിടേക്കും ക്യൂനും കിങ്ങും. അപ്പോൾ ആദ്യം ആരാണ് ക്യൂവിനെയും കിങ്ങിനെയും തൊടുന്നത്? അല്ലെങ്കിൽ പിന്നെ ഗുഡ് കോട്ടിയേഴ്സിന് ഒരു നല്ല കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഉണ്ടല്ലോ ബാഡ് കോട്ടിയേഴ്സാണ് മുന്നിൽ. ഗുഡ് കോട്ടിയേഴ്സും കണ്ടു, ബാഡ് കോട്ടിയേഴ്സും ക്വീനും കിങ്ങിനെയും കണ്ടു. അപ്പോൾ അവർ ഓടി വരികയാണ്. പക്ഷേ ബാഡ് കോട്ടിയേഴ്സാണ് ആദ്യം തൊടുക. ഗുഡ് കോട്ടിയർ ബാക്കിലാണ്. അപ്പോൾ ഗുഡ് കോട്ടിയേഴ്സിനെ വിളിച്ച് പറയാം, ക്വീൻ ആൻഡ് കിങ് അവർ നിങ്ങളെ കൊല്ലാൻ വരികയാണ് എന്ന് പറയണം. ചിലപ്പോൾ നമ്മുടെ ക്വീനും കിങ്ങിനും ബ്രെയിനൊക്കെ വർക്ക് ചെയ്യത്തിന് സമയം വേണ്ടേ. അപ്പോൾ അവർ ചിലപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള റെസ്പോണ്ട് തരില്ല. പ്രോപ്പറായിട്ടുള്ള റെസ്പോണ്ട് തരിക വെച്ചാൽ അവിടെ തന്നെ ചോദിച്ചിട്ട് നിൽക്കുക. എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിരുന്നാൽ അവരെപ്പോഴോ ബാഡ് കോട്ടിയേഴ്സല്ലേ മുന്നിൽ, അവർ വന്നിട്ട് തൊടും. അപ്പോൾ ക്വീനും കിങ്ങും ഡെഡ്. ബാക്കിയുള്ള 2 ഗുഡ് കോട്ടിയേഴ്സ് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും, അവരെ കൊല്ലാൻ പറ്റും. കാരണം ബാഡ് കോട്ടിയേഴ്സിനാണ് അതിൽ ഏറ്റവും കൂടുതൽ പവർ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടായി. അങ്ങനെ
കിങ് ആൻഡ് ക്വീൻ അത് നിങ്ങളെ കൊല്ലാൻ വരികയാണ് എന്ന് പറഞ്ഞാൽ ക്വീനും കിങ്ങും അത് പ്രോപ്പറായിട്ട് കേട്ടിട്ട് ഇപ്പോൾ ഇനി എങ്ങാനും ഓടിയാൽ അവരെ ഓടുകയാണ് വേണ്ടത്. ഓടുക അല്ലെങ്കിൽ ഒളിക്കാൻ പാടില്ല കേട്ടോ, ഓടണം, അവർ ഓടണം. അപ്പോൾ ക്വീനും കിങ്ങിനും അവർ പ്രോപ്പറായിട്ട് നോക്കിയാൽ മനസ്സിലാവും. പ്രോപ്പറായിട്ട് ആ സമയത്ത് പറഞ്ഞില്ലേ, ഗുഡ് ക്വാർട്ടേഴ്സ് പറയില്ലേ, ക്വീൻ ആൻഡ് കിങ് അവർ നിങ്ങളെ പിടിക്കാൻ വരികയാണെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലാതെ അവർ ബാഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ അവർ നിങ്ങളെ പിടിക്കാൻ വരികയാണ്, അവർ നിങ്ങളെ പിടിക്കാൻ വരികയാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വീനും കിങ്ങും ഓടണം. ക്വീനും കിങ്ങും ഓടിയിട്ട് അതിൽ ബാഡ് ക്വാർട്ടേഴ്സ് ഒരു ക്വീനിനെ ആദ്യം പിടിച്ചു. ബാഡ് ക്വാർട്ടേഴ്സ് ക്വീനിനെ ആദ്യം പിടിച്ചു, അല്ലെങ്കിൽ ഗുഡ് ക്വാർട്ടേഴ്സ് ആദ്യം ക്വീനിനെ പിടിച്ചാൽ സേഫാണ്. അല്ലെങ്കിൽ ബാഡ് ക്വാർട്ടേഴ്സ് ആദ്യം ക്വീനിനെ പിടിച്ചു. അല്ലെങ്കിൽ ക്വീനിനെ അല്ലെങ്കിൽ കിങ്ങിനെ ബാഡ് ക്വാർട്ടേഴ്സ് ഒരാളേനെ ആദ്യം പിടിച്ചെങ്കിൽ കിങ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്വീനെയാണ് പിടിച്ചത്. അപ്പോൾ അവരിങ്ങനെ ഓടുകയാണ്. ഒരു ഗുഡ് ക്വാർട്ടേഴ്സേ ഉള്ളൂ, ബാക്കി രണ്ടെണ്ണം ബാഡ് ക്വാർട്ടേഴ്സാണ്. ബാഡ് ക്വാർട്ടേഴ്സ് ഗുഡ് ക്വാർട്ടേഴ്സിനെ ആദ്യം ശ്രദ്ധിക്കണം. അപ്പോൾ ബാഡ് ക്വാർട്ടേഴ്സ് ഗുഡ് ക്വാർട്ടേഴ്സിനെ കൊണ്ടാൽ പ്രിവെൻറ്റ് ചെയ്യാൻ കിട്ടും. പക്ഷേ ഒരു ഷീൽഡ് ഉണ്ട് അതിൽ. നമ്മൾ കിങ്ങൊക്കെ കളിക്കുമ്പോൾ അതിലത്തെ ഒന്നാമത്തെ ലെവലത്തെ ഷീൽഡില്ലേ, അതാണ് ഇന്നത്തെ ഷീൽഡ്. ഓക്കെ, അപ്പോൾ ആ ഷീൽഡ് പിടിച്ചിട്ട് അവർക്ക് പ്രിവെൻറ്റ് ചെയ്യുക. ആ ഗുഡ് ക്വാർട്ടേഴ്സിന് ഒരു ഷീൽഡ് ഉണ്ട് കേട്ടോ, പക്ഷെ അത് ക്വീനും കിങ്ങിനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഷീൽഡ് പിടിച്ചിട്ട് മുന്നിൽ നിന്നിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷേ പിന്നെ ഇപ്പോൾ നമ്മളെവിടെ എത്തി, അങ്ങനെ ഓടുകയാണ് അല്ലേ. ഇപ്പോൾ മുന്നിൽ ഗുഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഗുഡ് ക്വാർട്ടേഴ്സ് നമ്മൾ ആദ്യം നമ്മുടെ ക്വീനെ കയറി പിടിച്ചു. അപ്പോൾ ക്വീനിന് പേടിയാവും അല്ലേ, ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ പിടിച്ചാൽ പേടിയാവില്ലേ, നമ്മുടെ പുറകെ വന്ന് ഓടിപ്പിടിച്ചാൽ. അപ്പോൾ പിന്നെ ക്വീനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പക്ഷെ ബാക്കിയുള്ള കിങ്ങാണ്, കിങ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം. കിങ് ഇപ്പോഴും ഓടിക്കൊണ്ടിരുന്നിട്ട് എന്ന് വെച്ചാൽ നേരെയല്ല കേട്ടോ, വട്ടത്തിലാണ് ഓടേണ്ടത്. നിങ്ങളുടെ ആ സ്ഥലത്ത് നല്ല സ്ഥലം ഉണ്ടെങ്കിൽ വട്ടത്തിൽ ഓടിയിട്ട് കളിക്കണം. അല്ലെങ്കിൽ നേരെ ഓടിയാൽ നിങ്ങൾക്ക് ഇത് റിസ്ക്കാണ്, പറ്റും, പക്ഷേ റിസ്ക് അല്ലേ, അയാളെങ്ങനെ ഓടിയിട്ട് പിടിക്കണം. അപ്പോൾ നമ്മളെവിടെ എത്തി, അങ്ങനെ പിടിച്ചു അല്ലേ. അങ്ങനെ ഇപ്പോൾ ക്വീനിനെ ഒരു ബാഡ് ക്വാർട്ടർ പ്രിവെൻറ്റ് ചെയ്തു, പിടിച്ചു. ഇപ്പോൾ 2 ക്വാർട്ടേഴ്സ് ഉണ്ടെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. 2 ക്വാർട്ടേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ക്വീനിനെ ഒരു ക്വാർട്ടർ പിടിച്ചു. ഇനി കിങ്ങിനെയാണ് പിടിക്കാൻ നോക്കേണ്ടത്. അപ്പോൾ കിങ്ങിന് മനസ്സിലാവും, അവർ പിടിച്ചപ്പോൾ ഒന്നും ഉണ്ടായില്ലല്ലോ, ഗുഡ് ക്വാർട്ടർ ക്വീനിനെ പിടിച്ചത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കിങ്ങിന് മനസ്സിലാവും അവരുടെ ടീം ഗുഡ് ക്വാർട്ടേഴ്സിനെയാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ പിടിക്കാൻ സഹകരിച്ചെടുക്കാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ബാഡ് ക്വാർട്ടേഴ്സും ഗുഡ് ക്വാർട്ടേഴ്സും വന്നിട്ട് പിന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും. ആദ്യം ഗുഡ് ക്വാർട്ടേഴ്സ് വന്ന് തൊട്ടിട്ട് പിന്നെ ബാഡ് ക്വാർട്ടേഴ്സ് വന്ന് തൊട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഗുഡ് ക്വാർട്ടേഴ്സ് അവരെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഉന്തിയിട്ട് കിങ്ങിനെ കൊണ്ട് ഓടണം. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ അടുത്ത് രക്ഷപ്പെടണം. അങ്ങനെ ക്വീനിനെ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് എന്താ ഉണ്ടാവുക വെച്ചാൽ, പിന്നെ ആ കളിയിൽ ക്വീനും കിങ്ങിനും ഒരു ചാൻസ് ഉണ്ട് കേട്ടോ, ഒരു ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പ് സ്റ്റാച്ചു എന്നുള്ളൊരു വേർഡ്, സ്റ്റോപ്പ് സ്റ്റാച്ചു അങ്ങനെ ഉണ്ട് അവരുടെ. അങ്ങനെ സ്റ്റോപ്പ് സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു വട്ടേ ഉള്ളൂ കേട്ടോ, അത് ഒരു വട്ടേ ഉള്ളൂ, ഒരേ ഒരു വട്ടം. അങ്ങനെ പറഞ്ഞാൽ എല്ലാ ഗുഡ് ക്വാർട്ടേഴ്സും ബാഡ് ക്വാർട്ടേഴ്സും സ്റ്റാച്ചു ആയി നിൽക്കണം. സ്റ്റാച്ചു ആയി നിന്നിട്ട് കിങ് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, കിങ് പറയും, നിങ്ങൾ ബാഡ് ക്വാർട്ടേറാണ്, നിങ്ങൾ ഗുഡ് ക്വാർട്ടേറാണ് എന്ന് പറയും. അപ്പോൾ കിങ് പറഞ്ഞത് ശരിയാണ് എന്ന്, ശരിയാവും കുറേ നേരം, പക്ഷെ കുറച്ച് നേരം ഇങ്ങനെ കളിക്കാൻ പാടുള്ളൂ. വളരെ കുറച്ച് നേരം, ഒരു 2 മിനിറ്റൊക്കെ ഇങ്ങനെ കളിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്തിട്ടൊക്കെ. മനസ്സിലായില്ലേ? എന്നിട്ട് ബാഡ് ക്വാർട്ടേഴ്സിനോട് പോയി പറയും, നിങ്ങളാണ് ആ ഒരു ബാഡ് ഇത് എടുത്ത് വെച്ചതെന്ന് പറഞ്ഞിട്ട് അവരോട് പോയി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പോയി എടുക്കാൻ പറഞ്ഞിട്ട്
ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ സമ്മതിക്കില്ല, മറ്റേ ബാഡ് കോട്ടിയേഴ്സ് സമ്മതിക്കില്ല. ഞങ്ങളെന്ത് നിങ്ങളുടെ വാക്ക് കേൾക്കണം, അങ്ങനെയൊക്കെ ഒരു മട്ടിയിൽ അവർ നിൽക്കണം. അപ്പോൾ ക്വീനും കിങ്ങും പറയണം, ക്വീനും കിങ്ങും ഗുഡ് കോട്ടിയേഴ്സും വേഗം മറ്റേ സ്ഥലമില്ലേ ഒളിപ്പിച്ച് അവർക്ക് മനസ്സിലായി ബാഡ് കോട്ടിയേഴ്സാണ് ഒളിപ്പിച്ച് വെച്ചതെന്ന്. അങ്ങനെ ബാഡ് കോട്ടിയേഴ്സ് ഒളിപ്പിച്ച് വെച്ച ആ സ്ഥലത്തേക്ക് അവർക്ക് അറിയുണ്ടാവുമല്ലോ, ഓടണം. ഓടിപ്പോയിട്ട് അവർക്ക് എത്ര ടൈം വേണമെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ അവർ ഓടുന്നതിൻ്റെ പുറകെ തന്നെ നമ്മുടെ ബാഡ് കോട്ടിയേഴ്സും ഉണ്ടാവണം. ആ സമയത്ത് ബാഡ് കോട്ടിയേഴ്സ് പുറകിൽ നിന്ന് ഗുഡ് കോട്ടിയേഴ്സിനെ കുത്തിയാൽ ഗുഡ് കോട്ടിയേഴ്സ് പോയി. പിന്നെ ഗുഡ് കോട്ടിയേഴ്സിൻ്റെ ടീം ജയിക്കാനുള്ള സാധ്യത ഒരു പകുതി ചാൻസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ ഗുഡ് കോട്ടിയേഴ്സ് നല്ല ഓടുന്ന ആളാണെങ്കിൽ വേഗം ഓടിയിട്ട് തന്നെ ആ സ്ഥലത്തേക്ക് ആദ്യം എത്തിയിട്ട് തപ്പാൻ തുടങ്ങണം. പിന്നെ ആ ഒരു സ്ഥലം പൂട്ടി വെക്കണം. അതിനൊരു വായിലുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വിചാരിച്ചിട്ട് പൂട്ടി വെക്കണം. ബാഡ് കോട്ടേഴ്സിന് അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരു പൂട്ടി വെക്കണ ആ ഒരു ഷീൽഡില്ലേ, അത് ആകെ 2 മിനിറ്റ്, കറക്റ്റ് 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ബാഡ് കോട്ടേഴ്സ് പറയണ വരെ. ബാഡ് കോട്ടേഴ്സ് ഓണസ്റ്റായിട്ട് കളിക്കണം. ബാഡ് കോട്ടേഴ്സ് പറയണ വരെ ഉള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ബാഡ് കോട്ടേഴ്സ് 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് പറഞ്ഞാലൊന്നും പറ്റില്ല. പക്ഷെ ഒരു 2 മിനിറ്റ് അത്രയ്ക്കൊക്കെ ടൈമർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈമർ വയ്ക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ അങ്ങനെയാണ്. അങ്ങനെയായി പോയി. ഇനി അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റണം 2 മിനിറ്റിനുള്ളിൽ. എന്ന് വെച്ചാൽ ബാഡ് കോട്ടേഴ്സ് ഈസി ആയിട്ടുള്ള സ്ഥലത്താണ് ഒളിപ്പിച്ച് വെക്കേണ്ടത്. അത്രയ്ക്ക് ഹാർഷായിട്ടൊന്നും ഒളിപ്പിച്ച് വയ്ക്കാൻ പാടില്ല. അങ്ങനെ ഗുഡ് കോട്ടിയേഴ്സിനെ അത് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ ടീം ജയിച്ചു. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞാൽ അത് പൊട്ടിച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് ആ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ ആ ഒരു സമയം കഴിഞ്ഞാലും ആ ഷീൽഡ് പൊട്ടിച്ചിട്ട് ഗുഡ് കോട്ടിയേഴ്സിനെ ബാഡ് കോട്ടിയേഴ്സിന് തുറങ്കലിൽ അടച്ചു വെക്കാം. പിന്നെ നോർമലായിട്ട് ഗുഡ് കോട്ടിയേഴ്സിന് ഈ ഒരു ക്വീനും കിങ്ങും ഒരു അവാർഡ് കൊടുക്കും. അപ്പോൾ ആ കളിയിൽ ഗുഡ് കോട്ടിയേഴ്സാണ് ജയിക്കുക. ഹൗഎവർ, ഞാൻ പറഞ്ഞില്ല ഒരു ഷീൽഡ് ആദ്യം ഗുഡ് കോട്ടിയേഴ്സ് അവിടെ കയറിയിട്ട് ഷീൽഡ് പിടിക്കുമെന്ന് ഇപ്പോൾ ആയപ്പോൾ. പക്ഷെ ഗുഡ് കോട്ടിയേഴ്സിനെക്കാട്ടിലും ആദ്യം ബാഡ് കോട്ടിയേഴ്സ് കയറിയെന്ന് വിചാരിക്കുക. കയറിയിട്ട് ഒരു ഷീൽഡ് പിടിച്ചു എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ബാഡ് കോട്ടിയേഴ്സ് ആദ്യം കയറി. പിന്നെ ബാഡ് കോട്ടിയേഴ്സ് ഔട്ടാവാനുള്ള ഒരു ഇതില്ലെന്ന് കുറേ പേര് ചോദിക്കാൻ തുടങ്ങും. ബാഡ് കോട്ടിയേഴ്സിന് ഔട്ടാവാൻ വേസൊക്കെ ഉണ്ട്. ഒരു വേ എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ ഈ ഒരു ഗുഡ് കോട്ടിയേഴ്സിന് ഈ ഒരു ബാഡ് കോട്ടിയേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ ഷീൽഡ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഗെയിമിൽ കുത്തുന്നതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുറകുന്ന് കുത്തണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ബാഡ് കോട്ടിയേഴ്സിൻ്റെ പുറകുന്ന് ഒരു സാധനം ഉണ്ട് കേട്ടോ. പുറകുന്ന് എങ്ങനെയെങ്കിലും ഒരു ഐക്കൺ ഉണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഐക്കൺ ചെയ്തിട്ട് ഐക്കൺ എന്ന് പറഞ്ഞാൽ കൈയേറ്റ് എന്തെങ്കിലും എന്ന് വെച്ചാൽ ഒരു പഞ്ച് ചെയ്താൽ പുറകിൽ പഞ്ച് ചെയ്യാൻ എന്ന് വെച്ചാൽ നേരം പോലെ കൊള്ളണം കേട്ടോ. അല്ലാതെ വെറുതെ ഇങ്ങനെ തട്ടിയിട്ട് കാര്യമില്ല. അത് അവരുടെ കറക്റ്റ് പുറകിൽ അല്ലെങ്കിൽ തന്നെ കൊള്ളണം. അല്ലെങ്കിൽ വേറെ വല്ല ഭാഗത്തൊക്കെ കൊണ്ടാലാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ ഈ നമ്മുടെ ബാഡ് കോട്ടേഴ്സിനെ തുളയ്ക്കാൻ അതേ ഒരു വഴിയുള്ളൂ.
അപ്പോൾ നമ്മളെവിടെ എത്തി? ഈ ബാഡ് കോട്ടേഴ്സാണ് ആദ്യം കയറുക. പക്ഷെ എന്തായാലും ഗുഡ് കോട്ടേഴ്സ് തന്നെ ആദ്യം കയറുള്ളൂ, അതിനാണ് ചാൻസ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഗുഡ് കോട്ടേഴ്സ് ആദ്യം ചെയ്തിട്ട് വേഗം തന്നെ അടയ്ക്കണം, അവർ കയറുന്നതിന് മുന്നേ തന്നെ അടയ്ക്കണം. പക്ഷേ ഇനി ബാഡ് കോട്ടേഴ്സ് അവർ കയറിക്കഴിഞ്ഞിട്ടാണ് ബാഡ് കോട്ടിയേഴ്സ് അവർ ഷീൽഡ് വെക്കുമ്പോൾ അകത്ത് കയറിയാൽ ആരാണോ അങ്ങനെ കയറിയത് ഔട്ടാകും. രണ്ടുപേരും കയറുകയാണെങ്കിൽ രണ്ടുപേരും ഔട്ടായിട്ട് ഗുഡ് കോട്ടിയേഴ്സ് ജയിക്കും. ഒരാളാണ് അങ്ങനെ ചെയ്തതെങ്കിൽ, ഒരാളെ അങ്ങനെ ചെയ്തിട്ടുള്ളതെങ്കിൽ അയാൾ ഔട്ടാവും. പിന്നെ ബാഡ് കോട്ടിയറിൽ ഒരാളാവും. ഓക്കെ. പിന്നെ അറിയാലോ, ആ സാധനം 2 മിനിറ്റിനുള്ളിൽ കണ്ടുപിടിക്കണം. 2 മിനിറ്റിനുള്ളിൽ ക്വീനും കിങ്ങിനും ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗുഡ് കോട്ടിയേഴ്സ് ഹെൽപ്പ് ചെയ്യണം. ഗുഡ് കോട്ടിയേഴ്സാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. ആ 2 മിനിറ്റിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ഇത് തന്നെത്താനെ ആ ഒരു ഷീൽഡില്ലേ, ആ ഒരു ബാഡ് കോട്ടിയേഴ്സിന് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റാത്ത എന്തുകൊണ്ട് ആ ഒരു ഷീൽഡ് കാണാം, ആ ഷീൽഡ് തന്നെത്താനെ പൊട്ടിയ ബാഡ് കോട്ടിയേഴ്സ് അതിൻ്റെ അകത്ത് വന്നിട്ട് കിങ്ങിനെയും ക്വീനെയും എന്തെങ്കിലുമൊക്കെ കിങ്ങിനെയും ക്വീനിനെ അറ്റാക്ക് ചെയ്യും. ഇനി ഇങ്ങനെ ചെയ്താൽ ആ സമയത്ത് നമ്മുടെ ഗുഡ് കോട്ടിയേഴ്സ് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വേഗം അവിടെ പോയി നിൽക്കൂലേ? അത് പറ്റില്ല. അവർ ആ ഒരു ടൈം കഴിയുന്ന വരെ അവിടെ തന്നെ നിന്നിട്ട് സെർച്ച് ചെയ്യണം. ആ തിങ്ങിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യണം. ബാഡ് കോട്ടിയേഴ്സ് അത്രയ്ക്കും ഹാർഷായിട്ട് ഒളിപ്പിച്ച് വയ്ക്കാൻ പാടില്ല, അത്രയ്ക്കും ഇതായിട്ട് ഒളിപ്പിച്ച് വയ്ക്കാൻ പാടില്ല. പക്ഷെ അവരങ്ങനെ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മളെവിടെ എത്തി? നമ്മുടെ ഒരു ബാഡ് കോട്ടിയേഴ്സ് അകത്തേക്ക് കയറിയിട്ട് ഈ കിങ്ങിനെയും ടച്ച് ചെയ്താൽ, ആരെയാണ് ടച്ച് ചെയ്തത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വീനെയാണ് ടച്ച് ചെയ്തതെങ്കിൽ ക്വീൻ ഔട്ടാകും. ക്വീൻ ഔട്ടായാൽ ക്വീനിൻ്റെ സ്ഥാനത്ത് ഒരു കോട്ടിയർ വരണം. ഒരു ബാഡ് കോട്ടിയറാണ് വരേണ്ടത് കേട്ടോ. ഗുഡ് കോട്ടിയേഴ്സിന് വരാൻ പറ്റില്ല. പിന്നെ എല്ലാവരുടെയും കാഴ്ച കിങ്ങിലാവും. പിന്നെ രണ്ട് ബാഡും 2 ഗുഡും 2 ഗുഡും. അപ്പോൾ 2 പേരും ഇങ്ങനെ ഇത് നോക്കിയാൽ എന്തായാലും നമ്മുടെ ബാഡ് കോട്ടിയേഴ്സിന് തന്നെയാണ് വിന്നുണ്ടാവുക അല്ലേ? ബാഡ് കോട്ടിയേഴ്സിന് തന്നെയാണ് അങ്ങനെ വിന്നുണ്ടാവുക. അപ്പോൾ ബാഡ് കോട്ടിയേഴ്സ് അങ്ങനെ ജയിക്കും. അങ്ങനെ പിന്നെ ബാഡ് കോട്ടിയേഴ്സ് കിങ്ങിനെയും കൊന്നു അല്ലേ? ഇനിയിപ്പോൾ കിങ് ക്വീന്, ഇനി ബാഡ് കോട്ടിയേഴ്സ് തമ്മിലാണ് നമ്മുടെ റേസ്. ഇനി ബാഡ് കോട്ടിയേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ, അങ്ങനെ എന്തായാലും ബാഡ് കോട്ടിയേഴ്സ് ജയിച്ചു. അങ്ങനെ അവർ നല്ല ആപ്പ് വിളിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഗുഡ് കോട്ടിയേഴ്സും കിങ്ങും ക്വീനൊക്കെ തോറ്റില്ലേ, അവരേനൊക്കെ ഈ ഗെയിമിൽ നിന്ന് ഈ ഒരു കൊട്ടാരത്തിൽ തന്നെ അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊല്ലാം, അങ്ങനെ കൊന്നു. ഇനി അവരാണ് ചെയ്യേണ്ടത് അല്ലേ? അവരാണ് ഇനി ഇതൊക്കെ ഭരിക്കേണ്ടത്. ഇനി അവർ സ്റ്റോൺ പേപ്പർ സിസർ കളിച്ചിട്ട് ബാഡ് കോട്ടിയേഴ്സിൽ മറ്റേ പ്രഷ്യസ് ആയിട്ടുള്ള തിങ്ങില്ലേ, അത് ഒരാൾക്ക് ബാഡ് കോട്ടിയേഴ്സ് അല്ലേ എന്ന് വെച്ചാൽ ഭയങ്കര ഗ്രീഡി ആവുമല്ലോ. അപ്പോൾ അവർക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള തിങ്ങിന് ഒരു മുതലാളി അല്ലേ? കിങ്ങും ക്വീനും അത്യാവശ്യം നല്ല ആൾക്കാരെന്ന് പറഞ്ഞാൽ നല്ല ഹെവൻ അങ്ങനത്തെ ഒരു ആൾക്കാരാണ്. ഏഞ്ചൽസിൻ്റെ മൈൻഡൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ. പിന്നെ ഭയങ്കര പ്രശസ്തമായുള്ള തിങ്ങിന് വേണ്ടിയിട്ട് ബാഡ് കോട്ടിയേഴ്സൊക്കെ അടി കൂടണം. ബാഡ് കോട്ടിയേഴ്സും 2 ബാഡ് കോട്ടിയേഴ്സ് ഇല്ലേ, അല്ലെങ്കിൽ ഒരാളെ ആ ലെവലിലേക്ക് കയറുന്നില്ലെങ്കിൽ ഒരാളേ ഉള്ളൂ. ഒരാളേനെ ഗുഡ് കോട്ടിയേഴ്സ് കൊന്നു വെച്ചാൽ, മറ്റേ പുറത്ത് കുത്തിയിട്ട് കൊന്നു വെച്ചാൽ അയാൾക്ക് സ്വന്തമായിട്ട് എടുക്കുക. അല്ലെങ്കിൽ 2 പേരുണ്ടെങ്കിൽ അവർ 2 പേര് സ്റ്റോൺ പേപ്പർ സിസറോ അങ്ങനത്തെ വല്ല മിനി ഗെയിംസിലോ സ്പ്ലിറ്റോ സ്റ്റോൺ പേപ്പർ സിസറോ സ്നേക്ക് വാട്ടർ ഗണ്ണോ കിങ്ങോ അങ്ങനെ അതുപോലത്തെ വല്ല ഗെയിംസും കളിച്ചിട്ട് വിന്നറിന് ശരിക്കുള്ള ഒരു വിന്നറേ ഉണ്ടാവുള്ളൂ. ഒരു ടീമും ഒരാളും ഒരു ടീം വിന്നറാവുള്ളൂ. ഓക്കെ. അപ്പോൾ 2 ടീമാണ് ശരിക്കും കളിക്കുന്നത്. ഒരു ടീമും കൂടി ഉണ്ട്, അതാണ് നമ്മുടെ ക്വീനും കിങ്ങും ടീം.
ഓക്കെ, ക്വീനും കിങ്ങിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ നിന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ട്. അപ്പോൾ ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ ഒന്ന് കേട്ട് നോക്കുക. ഇത് ഇത്തിരി ലോങ് ആയിപ്പോയില്ലേ, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. പാർട്ട് 1 എന്തായാലും കണ്ടു നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ബായ്.